ഹലോ ഗൈസ് സന്ദീപ് സംസാരിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ടീമുകളാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ബെല്ലൻ ഓപ്ഷൻ ക്ലിക്കും ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. തീർച്ചയായിട്ടും ആരും മറക്കരുത്. പുതിയ ചാനലാട്ടോ, നിങ്ങൾ സപ്പോർട്ടിനെ മാത്രമേ മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ. ഗൈസ് ഒന്നുമില്ല, ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം വേറെ ഒന്നല്ല. ഞാനൊരു വീഡിയോ ആദ്യം ഫസ്റ്റ് ഒരു പോസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോസ്. ഞാൻ ഈ ചാനൽ ആദ്യമായിട്ട് തുടങ്ങുന്നത് എല്ലാവരും സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം. പണ്ടിങ്ങനെ ഒരു വീഡിയോസ് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതിൽ പറയുന്നുണ്ട്, നീ എന്താ പറയുന്നത്, നീ പറഞ്ഞ് മനസ്സിലാവുന്നില്ല, നീ നിർത്തി മെല്ലെ മെല്ലെ പറയിട്ടോ പറഞ്ഞു. അപ്പോൾ ഞാൻ വേറൊന്നല്ല, എൻ്റെ ചാനലിൻ്റെ കുഴപ്പമോ അതോ വീഡിയോസ് എടുക്കുന്ന കുഴപ്പമോ അതൊന്നല്ല, നിങ്ങൾ കേൾക്കുന്നതും കുഴപ്പമില്ല, എൻ്റെ നാവിൻ്റെ പ്രശ്നത്തോണ്ടാട്ടോ, വേറൊന്നല്ല. എൻ്റെ സംസാരം ചെറുപ്പം തൊട്ട് ഇങ്ങനെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചെങ്കിലും ലെവലായി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന ടൈമിൽ ഒരുപാട് നാണക്കേട് ഇങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക്. അല്ല, എൻ്റെ കളിയാക്കലൊക്കെ ഉണ്ടായിരുന്നു. നിന്റെ സംസാരം ഇങ്ങനെ അങ്ങനെ എന്താണ് ഫുള്ളും കളിയാക്കാൻ എല്ലാം ഉണ്ടായത്. അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന ടൈമിൽ എൻ്റെ നാവിന് ഞാനിങ്ങനെ കാണിച്ചപ്പോൾ ഒരു പറഞ്ഞു, സർജറി ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും, തെറാപ്പി ചെയ്താൽ മതിയിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ തട്ടി അത് ചെയ്തു. വെച്ചാൽ എനിക്ക് തെറാപ്പി ചെയ്യാൻ പറ്റിയില്ല, ഫണ്ട് കയ്യിലില്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഒരു ക്യാമ്പിന് 1000-1500 രൂപ അടുത്ത് വരും. അപ്പോൾ അന്നത്തെ ചേർത്തിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ പഴയ തന്നെ നാവ് പഴയ മതന്നെ നാവ് പിന്നെയും അവിടെ ഒട്ടി പിടിച്ചു, ആ തുമ്പ് അവിടെ തന്നെ ഒട്ടി. പിന്നെ ഞാൻ കുറേ സംസാരിച്ച് ഒന്ന് പകുതിയും ലെവലാക്കി എടുത്തു. ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നുണ്ട്, സംസാരിക്കാൻ കിട്ടുന്നുണ്ട്. വെച്ചാൽ ഒരുപാട് വാക്കുകളും കിട്ടുന്നില്ല, ചില വാക്കുകൾ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രശ്നങ്ങളാണ്, ചില വാക്കുകൾ കിട്ടില്ല, ചില വാക്കുകൾ കിട്ടും. അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കുറച്ച് ഏകദേശം ശരിയായി. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. അപ്പം ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ കുറച്ച് ഫണ്ട് ഒരുപാട് വരും, 10, 50, 60 മേലൊക്കെ വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഗൈസ് ഇതിപ്പോൾ എനിക്ക് നാവിൻ്റെ പ്രശ്നം എനിക്ക് അങ്ങനെ ഫീലിംഗ് ആവണില്ല. പിന്നെ രണ്ടാമത്തെ ഇതിപ്പോൾ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ. എന്താ വെച്ചാൽ ഇതിപ്പോൾ മെല്ലെ സംസാരിച്ച് കഴിഞ്ഞാൽ ശരിയാവും. വെച്ചാൽ എൻ്റെ സംസാരം കുറച്ച് സ്പീഡ് പോകുന്ന സംസാരമാണ്, ഭയങ്കര സ്പീഡാണ് സംസാരം. ഇപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും ശ്രമിക്കുക. വെച്ചാൽ ഞാൻ ഇടുന്ന ചാനൽ ഒന്ന് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ബാക്കോട്ടേക്ക് റിപ്പീറ്റ് അടിച്ചിട്ട് ശേഷം പിന്നെയും കേട്ട് നോക്കുക. അപ്പോൾ എന്താ പറയുന്നത് മനസ്സിലാവും ഗൈസ്. അപ്പോൾ ഇതിന് മുന്നേ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ചെയ്യാൻ നോക്കി. അപ്പോൾ അവിടെ കുറച്ച് ഫണ്ട് ചിലവുണ്ട് പറഞ്ഞപ്പോൾ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് ഇത് കുറവായി എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഓരോ ദൈവങ്ങൾ നമ്മൾ ഭൂമിക്ക് ഇറക്കുമ്പോൾ ഓരോ കുറവ് ദൈവം തരും. പക്ഷേ ദൈവം സഹായിച്ചാൽ എനിക്ക് കയ്യും കാലിക്കും കണ്ണിന് പ്രശ്നമൊന്നുമില്ല, സംസാരത്തിൽ ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതെനിക്ക് അത്ര വലിയ കുറവായിട്ട് കാണുന്നില്ല. അപ്പോൾ കലയാക്കുന്നു, കലയായിക്കോട്ടെ, നമ്മളങ്ങനെ ഞാൻ കണക്ക് കൂട്ടി നിൽക്കണമല്ലോ. ഇപ്പോൾ പിന്നെ ദൈവം ഓരോ ടീമുകൾക്ക് ഓരോ കുറവ് കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ എനിക്ക് സംസാരത്തിന് പ്രശ്നം കാണിക്കണമല്ലോ, വെച്ചാൽ ബാക്കി കൈ കാലൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഓരോ അവസ്ഥ അളിച്ചൊക്കെ ഒന്ന് അതും കൂടി കൈയും കാലില്ലാണ്ട് ഒരു ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്കൊന്നുമല്ല നാവിൻ്റെ പ്രശ്നം പറയുകയാണെങ്കിൽ. പിന്നെ ഈ പ്രശ്നം എനിക്ക് അല്ലെങ്കിൽ പറയാൻ പറ്റില്ല, എൻ്റെ നാവിൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ട് കളിയാക്കല്ലേ എന്നൊക്കെ പറയാൻ പറ്റില്ല. ചിലർക്ക് അറിയില്ലല്ലോ എൻ്റെ നാവിൻ്റെ പ്രശ്നമാകത്തോണ്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത്, ആർക്കും അറിയില്ല. അപ്പോൾ ആ ദിവസം എല്ലാം തുറന്ന് പറയില്ല. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് പേര് കളിയാക്കലൊക്കെ ഉണ്ട്. വർക്ക് ചെയ്യുന്ന സ്ഥലത്തല്ല, പല സ്ഥലത്തും കളിയാക്കലുണ്ട്. വെച്ചാൽ ഞാനത് വല്ലാതെ എൻ്റെ മൈൻഡിൽ വെക്കലില്ല. ചിലത് ആർക്കും അറിയില്ലല്ലോ, എൻ്റെ നാവിൻ്റെ പ്രശ്നത്തോടാണ് ഇങ്ങനെയാണ് ആർക്കും അറിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ വല്ലാതെ പറയലൊന്നുമില്ല കേസ്. പിന്നെ ഗൈസ് ഞാൻ എന്നെ പരിചയമാക്കി തരാം. ഞാൻ ചാനൽ ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ ഞാൻ എന്നെ പരിചയമാക്കാൻ വിട്ടുപോയി കേസാണ്. എൻ്റെ പേര് സന്ദീപാണ്, പേര് സന്ദീപാണ്. വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, അനിയൻ കേട്ടോ. അപ്പം ഞങ്ങൾ കെട്ടിച്ച് വിട്ട് കാസർഗോഡിക്കാണ്. അനിയൻ വർക്ക് ചെയ്യുന്ന കോഴിക്കോട്. അച്ഛനമ്മ വീട്ടിൽ സുഖമായിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. അച്ഛന് കൂലിപ്പണിക്ക് പോകണം, അമ്മ വീട്ടിൽ ജോലി ചെയ്തിരിക്കുന്നു വീട്ടിൽ. ഇത്രയുള്ളൂ ഗൈസ് പറയാറില്ല. പിന്നെ നാട്ടിലേക്ക് പോകുമ്പോൾ നാട്ടിലത്തെ വീഡിയോസ് ഉണ്ടായി ഞാൻ ചെയ്തുതരാം. എൻ്റെ ഫാമിലി മൊത്തം ഞാൻ പരിചയമാക്കി തരാം. പിന്നെ വർക്ക് ചെയ്യുന്ന എറണാകുളത്താണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവിടുത്തെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യും. പക്ഷേ എല്ലാവരും വിചാരിക്കും ഇത് ഫാമിലി വീഡിയോ അല്ലേ, ഫാമിലി വീഡിയോ ഇടുന്ന സ്ഥലത്ത് ഇങ്ങനെ ഫ്രണ്ട്സെല്ലാം വീഡിയോ എന്തിനാ അങ്ങനെ ചിന്തിക്കും. വെച്ചാൽ ഞാൻ ഫുൾ ടൈമും നാട്ടിലുണ്ടാവില്ല. ഞാൻ എപ്പോഴെങ്കിലും ഒരു മാസത്തിൽ 2-3 ദിവസമൊക്കെ എൻ്റെ നാട്ടിലുണ്ടാവുള്ളൂ. പിന്നെ ഫുൾ ടൈം എറണാകുളത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഇല്ല ഫ്രണ്ട്ഷിപ്പിനെ പോലുള്ള വീഡിയോസും പിന്നെ ട്രിപ്പ് പോകുന്ന വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാം സപ്പോർട്ട് ചെയ്യണം, ആരും സ്കിപ്പ് ചെയ്ത് പോകാണ്ടിരിക്കുക, ഷെയർ ചെയ്യാണ്ട് പോകാണ്ടിരിക്കുക, അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും. അങ്ങനെ സപ്പോർട്ടിനെയും മാത്രം എനിക്ക് കാര്യമായിട്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ് പറയാനുള്ളത്. കുറേ കാര്യങ്ങൾ പറഞ്ഞു വിചാരിച്ചു, പക്ഷേ ഒന്നും കിട്ടുന്നില്ല, വാക്കുകളൊന്നും കിട്ടുന്നില്ല. വീഡിയോ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഒരുപാട് വാക്കുകൾ മറന്നു പോകും.
പിന്നെ ഇങ്ങനെ ആലോചിച്ചെടുക്കാണ് ഗൈസ്. അപ്പോൾ എൻ്റെ സംസാരം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്ന് താഴത്ത് കമൻറ്റ് അടിച്ചാലും മതി. അപ്പം ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് അടിക്കാം, ഓക്കെ? അല്ലെങ്കിൽ നിങ്ങൾ മെല്ലെ കേട്ടാൽ മതി, സമാധാനമായി കേട്ടാൽ മതി. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. മാക്സിമം സ്കിപ്പ് ചെയ്യാൻ മൊത്തം കാണുക, എന്നാലും എന്തെങ്കിലും മനസ്സിലാവും ഗൈസ്. വെറുതെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഒന്നും മനസ്സിലാവില്ല നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ. ഞാൻ ഇനിയും വീഡിയോസ് ഇടും, അപ്പോൾ അതിന് സപ്പോർട്ട് വേണം. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.